നമസ്കാരം. വാട്സപ്പ് വീഡിയോ, സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധമാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും നമുക്ക് വാട്സപ്പ് മെസ്സേജുകളും വീഡിയോകളൊക്കെ ലഭിക്കാറുണ്ട്. അതിൻ്റെ ചിലപ്പോൾ വളരെ കോമഡി നിറഞ്ഞായിരിക്കും, തമാശ നിറഞ്ഞായിരിക്കും. അത്തരം മെസ്സേജുകളും വീഡിയോകളൊക്കെ ലഭിക്കുമ്പോൾ ഉടൻ തന്നെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണമെന്നുള്ളൊരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് എനിക്കും ഉണ്ടാവാറുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. പക്ഷേ UAE സംബന്ധിച്ചിടത്തോളം ഇത്തരം മെസ്സേജുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗവൺമെൻറ് വിരുദ്ധത പ്രവർത്തനമോ, അതല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കുന്ന രീതിയിലുള്ളതോ, അതല്ലെങ്കിൽ ആർക്കെങ്കിലും ദ്രോഹം ചെയ്യുന്ന തരത്തിലുള്ളതോ, അതല്ലെങ്കിൽ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു ക്രിയേഷനോ, ഇത്തരം കാര്യങ്ങളാണെങ്കിൽ വളരെ കർശനമായ നിയമം മൂലം ഇത് തടയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ജയിൽ ശിക്ഷയോ അതുപോലെ തന്നെ നാടുകടത്തലോ അതുപോലെ തന്നെ ഫൈനോ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. അത് ഒരു സീരിയസ് ക്രൈമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആരൊക്കെയാണ് അതിൽ കുറ്റക്കാർ? അതായത് ഇത്തരം കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ആദ്യം അവർ ഏറ്റവും വലിയ കുറ്റക്കാരാണ്. ഇത്തരം വീഡിയോയോ മെസ്സേജുകളോ മൈമുകളോ എന്തെങ്കിലും ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവർ ആദ്യത്തെ കുറ്റക്കാരാണ്. എന്നാൽ നമ്മുടെ മൊബൈലിലേക്ക് ആ ഒരു മെസ്സേജ് വരുന്നു, നമ്മൾ വേറൊരാൾക്ക് അയച്ചു കൊടുക്കുന്നു, അതിലെന്താ തെറ്റ് എന്നുള്ളതാണ് പലപ്പോഴും നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ കൂട്ടുകച്ചവടക്കാരാണ്, നമ്മൾ കൂട്ടുപ്രതികളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളും കൂടി കുറ്റക്കാരാണ്. ഇതേ കുറ്റത്തിന് തന്നെ ഇതേ ശിക്ഷയിൽ നമുക്കും കൂടി ശിക്ഷ ലഭിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട പുതിയ ഒരു ട്രെൻഡ് കാണുന്നത് AI വീഡിയോസ്, AI ക്രിയേഷൻസ്. അപ്പം അത് ആരും കുറ്റപ്പെടുത്തുന്നില്ല, ആരും അത് അഭിനയിക്കുന്നില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ആർക്കും അതിനകത്ത് റോളില്ല എന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷേ ഇതും കർശനമായി നിരോധിച്ചിട്ടുള്ളതാണ്. AI വീഡിയോയിൽ ആർക്കെങ്കിലും ദ്രോഹപരമായിട്ടോ രാജ്യദ്രോഹപരമായിട്ടോ ആരെങ്കിലും അവഹേളിക്കുന്ന രീതിയിലോ അല്ലാതെ ഫോൾസ് ആയിട്ടുള്ള കോണ്ടന്റുകളോ ആണ് വരുന്നതെങ്കിൽ നമ്മൾ അത്തരം വീഡിയോസ് ഷെയർ ചെയ്യുന്നത് പോലും കുറ്റക്കാരാണ്. അതായത് നമുക്ക് അയക്കുന്ന ആൾ കുറ്റക്കാരനാണ്, നേരെ മറിച്ച് നമ്മുടെ കയ്യിൽ കിട്ടി നമ്മളത് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മളും കുറ്റക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മൊബൈലിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഏതൊരു വാർത്തയും അതിൻ്റെ ആധികാരികത മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ. നമുക്കത് തമാശയായിട്ട് തോന്നാമെങ്കിലും മറ്റുള്ളവർക്ക് അത് തമാശയായിട്ട് തോന്നില്ല. ഗവൺമെൻറ് ഒരിക്കലും അത് തമാശയായിട്ട് തോന്നില്ല. ഇത്തരം കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം ഇത്തരം കാര്യങ്ങൾ നോക്കാൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു സോഴ്സ് അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് ആധികാരികമായിട്ടുള്ള ഗവൺമെൻറ് സോഴ്സിൽ നിന്ന് കിട്ടുന്നതാണോ, അല്ലെങ്കിൽ ആധികാരികമായ ന്യൂസ് ഏജൻസിയിൽ നിന്ന് കിട്ടുന്നതാണോ, ഇതിനകത്ത് ഓൾട്ടർ ചെയ്തിട്ടുണ്ടോ, മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ, അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ജനറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ തന്നെയും അത് മാനിപ്പുലേറ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയുണ്ടാവണം. സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അകത്ത് പോകാനായിട്ട് സാധ്യതയുണ്ട്, ഫൈൻ അടയ്ക്കാനായിട്ട് സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.